ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സുന്ദരമായ ഏത് കാര്യവും നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലോ. ഇപ്പം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ വേഷം, രൂപം, അവരുടെ നടപ്പ്, സംസാരം, ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ നോക്കുന്നത് അവരുടെ വേഷത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആഭരണത്തിൽ, ഹെയർ സ്റ്റൈല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിക്കാണുന്നത് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ പുരുഷൻ നോക്കുന്നത് അവരുടെ മൊത്തത്തിലുള്ളൊരു സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ്. എന്ന് വെച്ചാൽ മുഖത്തിൻ്റെ സൗന്ദര്യം, അതുപോലെ മാറിടം, അതുപോലെ നിതംബം, ഇതിൻ്റെയൊക്കെ സൗന്ദര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുരുഷൻ്റെ ലൈംഗികതയെ എത്രമാത്രം സ്വാധീനിക്കുന്നു, അതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. യഥാർത്ഥത്തിൽ ആകർഷണമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സഹായമാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ, ചിന്തകൾ, ഫാൻറ്റസികൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പുരുഷനെ സംബന്ധിച്ച് ലൈംഗികപരമായിട്ടൊരു മെച്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പം മുതൽ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക, ചിന്തിക്കുക, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏത് വസ്ത്രം ധരിച്ചാലും നല്ല ഷേപ്പ് കൊടുക്കുന്നത് ഈ നിതംബത്തിൻ്റെ ഭാഗമാണ്. പുരുഷനെ സംബന്ധിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആ കാര്യത്തിൽ ചില ഭർത്താക്കന്മാർക്ക് നല്ല ലക്കുണ്ട് കേട്ടോ. ഒരു യുവാവിൻ്റെ കാര്യം പറയാം. പുള്ളിക്കാരൻ കുറേ നാളായിട്ട് താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ മറ്റൊരു ഫാമിലി ഉണ്ട്. അവിടുത്തെ ആൻറ്റിയെ പുള്ളിക്കാരൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിന് നല്ല ആകർഷണമാണ്. ചിലരുണ്ടല്ലോ അങ്ങനെയുള്ളവർ. ചില ദിവസങ്ങളിലൊക്കെ അവരെ കാണാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ നടന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇവൻ പറയുകയാണ്, ഇവരെ കാണുന്ന ദിവസമെല്ലാം പുള്ളിക്കാരൻ പങ്കാളിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇതിനോടുള്ള ആഗ്രഹം തോന്നുന്നത് ഓരോ തരത്തിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സ്റ്റൈലാണ്. നടത്തയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ആകർഷണമാണ്. അതുപോലെ ഫ്ലാറ്റിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ ഈ ഡാൻസിനൊക്കെ പുള്ളിക്കാരി പങ്കെടുക്കും. അപ്പോൾ ഈ സമയത്താണെങ്കിലും അതിനൊരു പ്രത്യേക ചലനമുണ്ട്. അത് ശരിക്കും ചിലരുടെ ഹൃദയമിടിപ്പ് കൂട്ടാറുണ്ട് കേട്ടോ. ആക്ച്വലി ഇവർ തമ്മിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കുമെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ല. അപ്പം മറ്റ് പല പുരുഷന്മാർക്കും ഇതേ മനോഭാവമാണ് ഇവരെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ പൂക്കളുടെയൊക്കെ സുഗന്ധം ഉണ്ടല്ലോ, അതിന് ചുറ്റുമുള്ളിടത്തൊക്കെ ഇങ്ങനെ പരക്കുമെന്ന് പറയുന്ന പോലെ ആ ഫ്ലാറ്റിൽ തന്നെയുള്ള പല പുരുഷന്മാർക്കും ഇവരൊരു പൂവാണ്. എന്ന് വെച്ചാൽ ഇടയൊക്കെ ഇങ്ങനെ ഒതുങ്ങി വന്നിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടല്ലോ, അത്. ഇപ്പം നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിനകത്തൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രോത്സാഹനം വേണം. എന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് തോന്നുന്ന ഒരു മോട്ടിവേഷൻ ആക്ച്വലി ഒരാളിൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആസ്വദിക്കുന്ന കാര്യമായിരിക്കും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരാളിൻ്റെ സന്തോഷം, സുഖം, അതിന് കാരണം മറ്റൊരാളാണ്. പക്ഷേ അത് ഡയറക്റ്റ് ആകണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിരിക്കും. നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അവരെ കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്, ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ബോഡി ബിൽഡേഴ്സിൻ്റെയൊക്കെ പിക്ചർ കാണുമ്പോൾ യുവാക്കൾക്ക് തോന്നുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതുപോലെ ബോഡി ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ എത്രയോ സുന്ദരിമാർ നമ്മുടെ ഇടയിലുണ്ട്, നല്ല ഷേപ്പുള്ള ആൾക്കാർ, പുരുഷന്മാരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഭാവന മുഴുവൻ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആക്ച്വലി പലരുടെയും വിചാരം ഈ പുരുഷൻ്റെ ലൈംഗികതയുണ്ടല്ലോ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിൽ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ സംഭവിക്കുന്നതാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ കണ്ടും കേട്ടും ഭാവന കണ്ടും കൂട്ടുകാരുമായിട്ട് സംസാരിച്ചും ഒക്കെയാണ് വളർന്നു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവരുടെ അടുത്ത കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, തമാശ പറയാറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഹോർമോണിൻ്റെ പ്രവർത്തനം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് മാനസികമായിട്ട് നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരു വ്യക്തിയിൽ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് പുരുഷൻ്റേതായ ഒരു പക്വതയുണ്ടാവും. സ്വന്തം മക്കൾ ലൈംഗികപരമായിട്ട് പക്വത നേടണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ വികാരങ്ങൾക്ക് നല്ല തീഷ്ണത വേണം, അതുപോലെ തന്നെ കൺട്രോളും വേണം. എങ്കിൽ മാത്രമേ മച്യൂരിറ്റി ഉണ്ടാകത്തുള്ളൂ. ആക്ച്വലി നമ്മൾ പ്രകൃതി നോക്കുവാണെങ്കിലേ നമുക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അത് കാണാനുള്ള ഒരു മനസ്സ് പലർക്കും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും, ഡീമോട്ടിവേറ്റ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു,
അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും, ഫാൻറ്റസികൾ വരും. അപ്പോൾ അതിനകത്ത് ലൈംഗികപരമായിട്ടുള്ള പല ചിന്തകൾ വരും. അപ്പോൾ ഇതെല്ലാം വളരെ പേഴ്സണലാണ്, ഒരാളിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് പങ്കാളിയോട് ഈ രീതിയിൽ ആകർഷണം തോന്നണമെങ്കിൽ പങ്കാളി അല്ലാത്തവരോടും ആകർഷണം തോന്നണമായിരുന്നു. അപ്പോൾ ഒരു പുരുഷൻ്റെ ദാമ്പത്യ ജീവിതമായിട്ട് ഈ സങ്കല്പങ്ങൾക്കൊക്കെ വളരെയേറെ ബന്ധമുണ്ട്. പലരും ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണം അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ രീതിയിൽ ആകർഷണമുള്ള ഒരാളെ കാണുന്നു. ഈ സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ എനർജി നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പല പുരുഷന്മാരും ഇത് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, പല സങ്കല്പത്തിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ വളർത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി പുരുഷന്മാർ മറ്റ് സ്ത്രീകളെ നോക്കി ആസ്വദിക്കുമ്പോൾ അത് തടയണ്ട കേട്ടോ, അതിൻ്റെ പ്രയോജനം നമുക്ക് രാത്രി കിട്ടും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.